എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു സംശയമാണ്. ഈ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ആ ഒരു പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയുകയും ഇത് ചിലപ്പോൾ വേറൊരാളിലേക്ക് പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നു എല്ലാ ദിവസവും എല്ലാ കാലത്തും ഒരാളെ തന്നെ ചൂസ് ചെയ്യുമ്പോഴാണ് പ്രണയം, അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചൊരു ഗ്രേറ്റർ അത് സോളാകുന്നത്. കല്യാണമാണ്, പ്രണയമായ ഒരു ബന്ധമില്ല. ആ. കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർ തമ്മിലല്ല, ഉം. രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. ഉം. അവരുണ്ടാക്കിയ നിയമമാണ് അതൊക്കെ. അല്ലാതെ ജനാധിപത്യപരത്തിൻ്റെ പൗരന്മാർ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിയുന്നവർ ഇഷ്ടത്തോടെ കഴിയുന്നവരുടെ കാര്യം ഒന്നിച്ച് ജീവിക്കും, ഇഷ്ടമില്ലാത്തപ്പോൾ പിരിയും. അതിനെയാണ് കുടുംബ കോടതി ഉണ്ടാക്കിയത്. ജനാധിപത്യത്തിനകത്തെ ആണ് വിവാഹമോചനത്തിനുള്ള കോടതി ഉണ്ടാക്കി. പണ്ട് അങ്ങനെ ഇല്ല. ഉം. വിവാഹമോചിത എന്ന് പറഞ്ഞൊരു വാക്കില്ലായിരുന്നു, വിധവയുണ്ടായിരുന്നു. വിവാഹമോചിതനും വിവാഹമോചിതയും എന്നൊക്കെ പറയുന്ന വാക്ക് ഇപ്പോൾ ഉണ്ടായതാണ്. അവർ വീണ്ടും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല, വിധവകളായിട്ടിരിക്കുന്നവരുടെ ലോകം ഉണ്ടായിരുന്ന കാലത്ത് പറഞ്ഞിരുന്നതാണ് ആ മൂല്യമൊക്കെ. വിഭാര്യൻ എന്ന് പറഞ്ഞ വാക്ക് ഇയാൾ ഇപ്പോൾ എഴുതുന്നുണ്ടാവും. അങ്ങനെയാണ് വിധവയും. അതൊരു അവസ്ഥയല്ല. പക്ഷേ ഇപ്പോഴും വിധവാ പെൻഷൻ കൊടുക്കുന്ന ഒരു പ്രാകൃത രാജ്യമാണ്. കാരണം വരുമാന മാർഗം ഭർത്താക്കന്മാരാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ചിരുന്നതാണ് പഴയകാല വിവാഹങ്ങൾ. അപ്പോൾ പറഞ്ഞിരുന്ന വരിക അതൊക്കെ. പ്രണയമായതിനൊരു ബന്ധമില്ല. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ അടിമയായിട്ട് എൻ്റെ കക്കൂസും എൻ്റെ അണ്ടർവെയറും കഴുകി തരാമെന്ന് പറയുന്ന കരാറാണ് പെണ്ണുമ്പിള ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോകാത്തത്. അടിമപ്പണിയാണ്, വേശ്യാവൃത്തിയാണ് ഭാര്യമാരാകുക എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വേശ്യയാകുക എന്നാണ്, വേറെ അർത്ഥമൊന്നുമില്ല. കൺജുഗൽ റൈറ്റ്സ് എന്നായിരുന്നു പണ്ട് പറയുന്നത്. പുരുഷന്മാർക്ക് അവകാശമുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ. ഇതൊക്കെയാണ് നമ്മൾ ഇതാണ് ഈ പൗരബോധം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ തന്നെ ഇയാൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വിവാഹമോചനം സാധ്യമല്ലാതിരുന്ന സമൂഹവും ഭർത്താവിന് സ്ത്രീയുടെ മുകളിൽ അവകാശം, ലൈംഗിക ബന്ധത്തിന് അവകാശമുണ്ടെന്നും വിചാരിച്ചിരുന്ന സമൂഹങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് കൺജുഗൽ റൈറ്റ്സ് ഒക്കെ. അതൊന്നും ഇന്ന് ആ രാജ്യങ്ങളിലൊന്നുമില്ല, ജനാധിപത്യ രാജ്യങ്ങളിലില്ല. ജനാധിപത്യ പൗരന്മാരുടേതാണ് പ്രണയവും ഡേറ്റിങ്ങും ഒക്കെ. അല്ല, ഒരാളെ ഡേറ്റ് ചെയ്യുന്ന അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്തുന്നതിനാണ്, അല്ല അയാളുടെ കൂടെ എന്നേക്കായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല. ഇയാൾ കടയിൽ പോയി ഷർട്ട് തിരഞ്ഞാൽ ഉടനെ ആ മുഴുവൻ മേടിച്ചിട്ട് എവിടെ നിന്ന് ഇറങ്ങാനൊക്കെ തുള്ളെന്ന് പറയുന്ന പോലെ ഈ പറയുന്നു. അതെടുത്ത് നോക്കിപ്പോയി, അത് കാരണം ഇത് മേടിക്കണം എന്ന് അങ്ങനെയാണോ അത് ചെയ്യുന്നത്? പണ്ടങ്ങനെയല്ല. വീട്ടുകാർ മേടിച്ച് തരുന്നൊരു ഷർട്ടേ നമ്മൾ ഇടത്തുള്ളായിരുന്നു, ചോയ്സൊന്നും ഇല്ല. എൻ്റെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെയിൽ തുണി ഇങ്ങ് മേടിച്ചിട്ട് 4 പുരുഷന്മാർ 4 ഒരുപോലെ ഷർട്ട് അടിച്ചിങ്ങി തരും. ഒരേ തുണി വെച്ച് അടിച്ചിങ്ങി തരിക ചെയ്യും. അത് ഇടാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ചോയ്സൊന്നും ഇല്ല. അങ്ങനെ ഇരുന്ന സമൂഹത്തിനകത്താണ് ഇണകൾ വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിൽ അവർ തിരഞ്ഞെടുക്കുന്ന ലോകം ഉണ്ടായത്. ആ തിരഞ്ഞെടുക്കുമ്പം ഒരാളെ പരിചയപ്പെടണ്ടേ? പരിചയപ്പെടുന്ന സമയത്തിനുള്ള അതിനെയാണ് ഡേറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് ശരിയല്ല എന്ന് തോന്നിയാൽ അവർ വിടേണ്ടതുണ്ട്. നമ്മൾ ഷർട്ട് മേടിക്കാൻ പോകുമ്പോൾ അവിടെ അതിനകത്ത് കയറി ഇട്ട് നോക്കത്തില്ലേ? അതുപോലെയാണ് ഈ പ്രണയിക്കുന്നത്. ഇട്ട് നോക്കുമ്പോൾ ശരിയാകത്തില്ല. വയറ് ഇവിടെ ബട്ടൺസ് എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അല്ല, അത് ഇട്ടത് കാരണം കൊണ്ട് നിങ്ങൾ കണിശമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിടാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ടോ? അങ്ങനെയല്ലത്. ഇതാണ് ചോയ്സുള്ള ലോകം ഉണ്ടായത്. പരിചയപ്പെടുക, അറിയാൻ വേണ്ടതുണ്ട്, ഇട്ട് നോക്കേണ്ടതുണ്ട്. ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താ പ്രശ്നം? തേഞ്ഞു പോവോ? എന്താ സംഭവിക്കുന്നത്? കുട്ടി ഉണ്ടാക്കാതെ നോക്കണമെന്നുള്ളതേ ഉള്ളൂ. അതിനാണ് കോണ്ടം പഠിപ്പിക്കുന്നത്, അതിനാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇണയെ തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്ന് അറിയാനാണ്. അല്ല വല്ലവനും ഭാര്യയാകുകയും എൻ്റെ കൊച്ചിനെ പെറുക എന്ന് പറയുന്ന യുക്തി നിൽക്കുന്നിടത്താണ് ചാരിത്ര്യമൊക്കെ ഉള്ളത്. എന്താ പുരുഷന് ചാരിത്ര്യമില്ലേ? പറ.
പുരുഷ ചാരിത്രവാദൻ എന്ന് പറഞ്ഞ വാക്കുണ്ടോ? ഇല്ല. ഇല്ല. അതുകൊണ്ട് ആ ഭാര്യമാർക്കുള്ളതാണ് അതൊക്കെ, ഇണകൾക്കുള്ളതല്ല, പ്രണയിക്കുന്നവർക്കുള്ളതല്ല. പശുവിനെ പോലെ വാങ്ങുന്നത്, പെണ്ണ് കാണപ്പെടുന്നതിന് നിന്നു കൊടുക്കുന്ന, ശരീരമാണ് ഞാൻ, എനിക്കൊരു വ്യക്തിത്വം ഇല്ലെന്ന് പറയുന്ന ഭാര്യമാരുടെ പെണ്ണ് കാണൽ സ്ഥലത്താണ് ഇയാൾ ഈ പറയുന്നതൊക്കെ ഉള്ളത്. തെരഞ്ഞെടുപ്പുമായിട്ട് അതിനൊരു ബന്ധമില്ല. മൈത്രൻ, ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ടൊരു യുവാവ് പ്രണയത്തിൽ ആയിരിക്കുന്നു. അയാൾക്ക് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നു. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് ആ പെൺകുട്ടിയെ ചതിയായി വ്യാഖ്യാനിക്കില്ല? അതൊക്കെ ഈ ചതി എന്നൊക്കെ പറയുന്ന ഈ പഴയ ഭാഷയാണോ? ആ വിവാഹം കഴിക്കാവോ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്സ് ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ്. ആ ആധുനിക മനുഷ്യരായിട്ടില്ല എന്ന് പറഞ്ഞാൽ പൗരബോധമുള്ള മനുഷ്യരാകുകയാണെങ്കിൽ ഒരു ചതിയും അതിലില്ല. ശരിയല്ല എന്ന് തോന്നിയാൽ പിരിയാം. ഇത് എൻ്റെ എന്തോ സാധനം അടിച്ചുകൊണ്ട് പോയെന്ന് വിചാരിക്കുന്ന പെണ്ണായിട്ടിരിക്കുന്നുണ്ടല്ലേ. ചാരിത്രം, എൻ്റെ ചാരിത്രം കവർന്നു എന്നൊക്കെയാണ് പണ്ട് പഠിപ്പിച്ചിരുന്നേ. അങ്ങനെ അവരുടെ കയ്യിലിരിക്കുന്ന സാധനമൊന്നും അല്ലത്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ അവരുടെ യോനിയാണ് അവരെന്നാണ് ഈ ആളുകൾ പഠിപ്പിക്കുന്നത്. ഒരു യോനിയുടെ ചുറ്റിനും കുറച്ച് കാലും കൈയും ഒരു തലയും വെച്ച് പഠിപ്പിക്കുന്നതാണ് പെണ്ണ് എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്ര വലിയ മാനം പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് മാനമാണ് അവിടെ ഇരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ഈ വിഷയം അറിഞ്ഞുകൂടാതെ ആളുകൾ മിണ്ടുന്നതുകൊണ്ടാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന്, ആ ഗർഭം ഉണ്ടാകാതെ നോക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നതാണ് ജനാധിപത്യപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധങ്ങളിലെ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് പഠിപ്പിക്കുന്നതിനാണ് ലൈംഗിക വിദ്യാഭ്യാസം. ഇത് ക്ലാസ് റൂമിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. ഈ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണെന്നൊക്കെ ഇത് ഈ പറയുന്നത് പരസ്പര വിശ്വാസം ഉണ്ടാകുന്നത് സ്നേഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റേതല്ല, ഭാര്യമാർക്ക് ഒരു സ്നേഹബന്ധവും അല്ലത്. പശുവും മുതലാളിയും തമ്മിലുള്ള ബന്ധമാണ്. പശു ബന്ധമാണ്. പശുക്കളെ നമ്മൾ അഴിച്ചു വിട്ടാൽ തിരിച്ചവിടെ വരും. ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് വരുന്നതെന്നാണല്ലോ സങ്കല്പം. ഏതെങ്കിലും കുഞ്ഞാടിന് ആട്ടിടയന് ആടുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണോ? പുല്ല് കൊടുക്കത്തില്ലേ, വെള്ളം കൊടുക്കത്തില്ലേ? പക്ഷെ ആട്ടിടയക്കാരന് പാല് മോട്ടിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ആടിനോട് പ്രണയം ഉണ്ടായിട്ടല്ല. പഴയ ബന്ധങ്ങളെന്ന് പറയുന്നത്, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പശുവിനോടുള്ള ബന്ധമാണ്, ആടിനോടുള്ള ബന്ധമാണ്, കോഴിയോടുള്ള ബന്ധമാണ്. അതല്ല നമ്മൾ പറയുന്നത്. തുല്യരായ പൗരർ തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഇഷ്ടമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട.